ഹലോ ഡിയേഴ്സ്, ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നോക്കുക നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന്, അവരുടെ സിറ്റുവേഷൻ എന്താണ്. യൂണിവേഴ്സ് പേജ് ഓഫ് പെന്റക്കിൾസ്, ജസ്റ്റിസ്, the moon, ten of wands, the fool. കുറച്ചുകൂടി കാർഡ്സ് നോക്കാം. ദി എംപ്രസ്, ഫൈവ് ഓഫ് വാൻഡ്സ്, Ten of Swords, Four of Cups, Four of Pentacles, ഇവിടെ നമുക്ക് ബോട്ടം എനർജി ജഡ്ജ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷനിലൊക്കെ കഴിയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ പല ഇഷ്യൂസും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. മേ ബി ഈ ഒരു പേഴ്സൺ ഇന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നാളത്തേക്ക് അത് മാറ്റി വെക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. വളരെയധികം മനസ്സിന് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് രാത്രി സമയം നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങളെ ഒരു എംപ്രസിനെ പോലെയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് ഈ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം എന്തുകൊണ്ടോ ആ ഒരു വ്യക്തി ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. പക്ഷെ ഇപ്പോഴും നിങ്ങളെ അവർ വളരെയധികം സ്നേഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. എന്തു തന്നെ ആയാലും നിങ്ങളെ ഇപ്പോഴും ഈ ഒരു വ്യക്തി സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലവരുടെ കേസിൽ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പും ആകാം. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ വാക്കുതർക്കങ്ങളും വഴക്കുകളും വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിലും തെറ്റിദ്ധാരണകളും വഴക്കുകളും ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമാണ് ഇവിടെ പ്രശ്നമായിട്ട് നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നത്.
പറ്റുന്നിടത്തോളം നിങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്ന് സംസാരിച്ച് ഒരു സൊല്യൂഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരുപാട് പേരെ നിങ്ങളുടെ ഇടയിലേക്ക് വലിച്ചിടാതെ ഇരിക്കുക. ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ ആരെയും ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടാതിരിക്കുക. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മേ ബി ആളുടെ അമ്മയായിരിക്കാം, സിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ആൾക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. അതൊരു സ്ട്രോങ് തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് എനിക്കിവിടെ കാണാൻ കഴിയുന്നു. ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിന് ഒരു ബ്ലോക്കേജസ് വരുത്തുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ 10 ഓഫ് സോർഡ്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി കറൻറ്റ്ലി ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. ഒരു ആൻസൈറ്റി, ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആൾക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു വ്യക്തി ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ക്യാഷ് സേവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. കിട്ടുന്നതിൽ നിന്നെല്ലാം മിച്ചം പിടിച്ച് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ക്യാഷ് ഫ്ലോ ഒക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ എവിടെയോ മിസ്സായി പോയി എന്ന തോന്നൽ ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴായിട്ട് ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതെന്തായാലും ഈ ഒരു വ്യക്തിക്ക് ഒരു സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത്. ഇനി ആരൊക്കെ അവരുടെ ലൈഫിലേക്ക് വന്നാലും നിങ്ങൾ കൊടുത്ത ആ ഒരു വാല്യൂ അല്ലെങ്കിൽ റെസ്പെക്റ്റ്, സപ്പോർട്ട്, കെയർ ഒക്കെ ഈ ഒരു വ്യക്തിക്ക് മറ്റെവിടെ നിന്നും കിട്ടാനായിട്ട് പോകുന്നില്ല എന്നത് ഈ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി ട്രാവൽ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ കൂടി ഫ്രണ്ട്സിൻ്റെയോ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ ഒക്കെ കൂടെ ഈ ഒരു അടുത്ത സമയത്ത് ഒരു ദൂരയാത്ര ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. അത് കുറച്ചൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഈ ഒരു വ്യക്തി വളരെയധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതിവിടുത്തെ ഓരോ കാർഡ്സിലും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നു. നിങ്ങൾ കൂടുതലായും ഏഞ്ചൽ നമ്പേഴ്സ്, ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ കൂടിയിട്ടുണ്ടായിരിക്കാം. അതായത് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ചതിൻ്റെയാണ്. അത് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുമെന്നും നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്നതും ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. ഇത്രയും കാലം നിങ്ങൾ കരുതിയിട്ടുണ്ടായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗത്തെ തെറ്റുകൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ടായിരിക്കാം. എന്നാൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ല എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവും ഇവിടെ കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ വേറെ ആരെയും, അത് നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരെയും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പിടിച്ചിടാതെ ഇരിക്കുക. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ആയോ, അതുകൊണ്ട് ഇനിയും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ലേ, അഥവാ സംസാരിച്ചു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് വാക്കുതർക്കത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് ഈ ഒരു വ്യക്തി വളരെയധികം ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉള്ളതായിട്ട് കാണുന്നു. അതിനൊന്നും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഉത്തരമില്ലാത്ത ഒരു സിറ്റുവേഷനും ഇവിടെ കാണാൻ കഴിയുന്നു. എന്തായാലും നിങ്ങളെ പറ്റിയിട്ട് അറിയാനായിട്ട് ഈ ഒരു വ്യക്തി മാക്സിമം ട്രൈ ചെയ്യുന്നതും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ കറൻ്റ്ലി ഈ ഒരു വ്യക്തി വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ കൂടി ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നുണ്ട് അവരുടെ ലൈഫിൽ. അത് മാത്രമാണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നത്. നിങ്ങളെ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഈ ഒരു വ്യക്തി വേണ്ടാന്ന് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക, ഒരു മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാതെ ഇരിക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ സ്പിരിച്വൽ ജേർണിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ
ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കാം ഇവിടെ ഒരു റിക്കൺസിലിയേഷൻ ഈ ഒരു പേഴ്സണുമായിട്ട് സംഭവിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. അതുപോലെ തന്നെ കോടതി ബേസ് ചെയ്ത് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കിവിടെ ഒരു ജസ്റ്റിസ് കിട്ടുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക, ഓവർ തിങ്ക് ചെയ്യേണ്ട, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നമുക്ക് നോക്കാം. മജീഷ്യൻ, ഹെർമിറ്റ്, ക്യൂൻ ഓഫ് കപ്സ്, ടെൻ ഓഫ് വൺസ്. റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളിൽ ഒരാൾക്ക് ചിന്തിക്കാൻ ഇനിയും കുറച്ച് സമയം വേണ്ടി വന്നേക്കാം എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അമിതമായ സ്ട്രെസ്സ് നിങ്ങൾ ഒഴിവാക്കുക. അത് നിങ്ങളെ സ്റ്റക്കാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിലിരിക്കാതെ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക.